ഇന്ന് ഈവൈറ്റൽ RXൽ കാറ്റഗറി എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ കാറ്റഗറി ആഡ് ചെയ്യാനായിട്ട് ആദ്യം വലതുഭാഗത്ത് മുകളിലെ ഫാർമസി ലോഗോയിലോട്ട് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ആൻഡ് സെറ്റിംഗ്സിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സർവീസ് ആൻഡ് ടൂൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മാനേജ് ഐറ്റം കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്കിവിടെ ഡീഫോൾട്ടായിട്ട് 7 കാറ്റഗറി ഉണ്ടാവും. അതല്ലാതെ പുതിയ ഏതെങ്കിലും കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ വലതുഭാഗത്ത് മുകളിലെ ന്യൂ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ പുതുതായിട്ട് ആഡ് ചെയ്യുന്ന കാറ്റഗറിയുടെ പേര് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ പുതിയ കാറ്റഗറിയുടെ പേര് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വേണമെങ്കിൽ മിനിമം മാർജിൻ ലെവൽ സെറ്റ് ചെയ്തിടാവുന്നതാണ്. റീറ്റെയിൽ സെയിലിന് സെറ്റ് ചെയ്യാവുന്നതാണ്, അതുപോലെ തന്നെ ഹോൾസെയിലിനും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇൻ കേസ് മാർജിൻ ലെവൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അൺടിക്ക് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. അതുപോലെ തന്നെ താഴെ നമുക്ക് ലോയാലിറ്റി പോയിന്റ്, സോ കാറ്റഗറി വൈസ് എത്ര ശതമാനം ലോയാലിറ്റി പോയിന്റ് കസ്റ്റമർ അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആഡിലോട്ട് ക്ലിക്ക് ചെയ്യുക. സോ നമുക്കിവിടെ പുതിയ കാറ്റഗറി നമുക്ക് ആഡ് ആവും. സോ നമുക്ക് ഇതുപോലെ തന്നെ പുതിയ കാറ്റഗറി നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. മാക്സിമം 25ഓളം പുതിയ കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യാം. 25 മൊത്തത്തിൽ കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യാം. സോ അതിൽ നിന്ന് ഏതെങ്കിലും കാറ്റഗറി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഓൾറെഡി ഉള്ള 7 ഡിഫോൾട്ട് കാറ്റഗറി വെച്ച് ബാക്കി എല്ലാ കാറ്റഗറിയും നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ കാറ്റഗറിയിലെ പ്രോഡക്റ്റ് എല്ലാം തന്നെ വേറൊരു കാറ്റഗറിയിലോട്ട് ആഡ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന കാറ്റഗറിയിൽ ഒരു ഐറ്റം പോലും ഉണ്ടാവാൻ പാടില്ല. സോ നമുക്ക് ഏത് കാറ്റഗറിയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്തിട്ട് വലതുഭാഗത്ത് താഴെ നമുക്ക് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കാറ്റഗറി നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്ത കാറ്റഗറി നമുക്ക് ഇൻവെന്ററി വഴി നമുക്ക് ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. സോ ഇൻവെന്ററിയിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടതുഭാഗത്ത് ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമ്മുടെ പുതിയ കാറ്റഗറി, നമ്മൾ ആഡ് ചെയ്ത പുതിയ കാറ്റഗറി വെച്ചും ഫിൽട്ടർ ചെയ്ത് പ്രൊഡക്റ്റ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.